ईश्वर की श्रेष्ठ नाम की महिमा और ऊंचाई हम करते हैं। അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. एक आशीषित सुबह के समय के लिए मैं प्रभु का धन्यवाद करता हूँ। പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി കെ തോംസൺ, അതുപോലെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർ, പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗത്തിൽ വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. विशेष करके मुझे इस मीटिंग में स्वागत किया हुआ प्रभु के दास पास्टर पी के थॉमसन और इस मंच में उपस्थित सभी प्रभु के दास दासियों और आमीन अनुवाद करने वाले प्रभु के दास को भी प्रभु यीशु मसीह के नाम से जय मसीह की बोलता हूँ। ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നൊരു അല്പസമയം നമുക്ക് ചിന്തിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. आज सुबह के समय में प्रभु के वचन से थोड़ा समय प्रभु के वचन में मनादी करने के लिए प्रभु ने दिया हुआ इस समय के लिए प्रभु का मैं धन्यवाद करता हूँ। ഇതുവരെയും പ്രാർത്ഥിക്കുവാനും പാടുവാനും ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും സർവശക്തിയുള്ള ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നു. अब तक प्रभु की उपस्थिति में प्रार्थना करने के लिए, प्रभु की स्तुति और आराधना करने के लिए सर्वशक्तिमान परमेश्वर हमें भी एक अवसर दिया है। തുടർന്ന് അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ എല്ലാവരും ആയിരിക്കുവാൻ സർവശക്തിയുള്ള ദൈവം സഹായിക്കുമാറാകട്ടെ. सर्वशक्तिमान परमेश्वर आगे थोड़ा समय और प्रभु की उपस्थिति में प्रार्थना के साथ बिताने के लिए प्रभु हम सबको अनुग्रह देने पाए। അല്പ നേരത്തെ ദൈവവചന ധ്യാനത്തിനായി നമുക്കൊരു വചനം വായിക്കാം. थोड़ा समय वचन मनन करने के लिए हम एक आयत को पढ़ते हैं। യാക്കോബിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 23. याकूब की पत्री 2रा अध्याय उसके 23वें पद को पढ़ना चाहता हूँ। ഞാൻ സംസാരിക്കുന്ന സൗണ്ട് ക്ലിയർ ആണോ പാസ്റ്റർ സാജൻ? യെസ് പാസ്റ്റർ, യെസ് പാസ്റ്റർ. ഓക്കേ, താങ്ക് യു. വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. वचन इस प्रकार बताया जाता है, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. याकूब के पत्री 2 अध्याय 23 वचन इस प्रकार लिखा है, और पवित्र शास्त्र का यह वचन पूरा हुआ, अब्राहम ने परमेश्वर का विश्वास किया और यह उसके लिए धर्म गिना गया और वह परमेश्वर का मित्र कहलाया. ഈ ദൈവ തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അബ്രഹാമിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ये परमेश्वर के वचन में अब्राहम के बारे में लिखा हुआ है, ये हम समझ पाते हैं. സാധാരണ മറ്റു ദൈവവചന ശുശ്രൂഷകളാണ് അധികവും നമുക്ക് കാണാൻ കഴിയുന്നത് എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിൽ നിന്നുകൊണ്ട് ചില ആലോചനകൾ നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. साधारण रीति से और कई रीति से प्रभु के वचन की सेवकाइयों को मनादी को हम सुनते आते हैं, परंतु आज प्रभु की आत्मा ये वचन के अंदर रहते हुए कुछ बातों को प्रभु की आत्मा में बताने के लिए मैं प्रभु में शरण लेता हूँ. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു എന്നാണ്. ये वचन में इस प्रकार लिखा गया है कि अब्राहम परमेश्वर का मित्र बनने का ये पदवी को उसने अपने जीवन में हासिल किया. വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്രഹാം. परमेश्वर में प्रभु के पवित्र शास्त्र में सबसे महत्वपूर्ण रीति से देखा जाने वाला एक चरित्र है, वो अब्राहम का है. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം എന്നത് നാം ഇവരും അറിയുന്നുവല്ലോ. और हम ये भी जानते हैं कि पुराने नियम में हो या नए नियम में हो, बहुत महत्वपूर्ण एक भूमिका निभाने वाला एक व्यक्ति है ये अब्राहम. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണല്ലോ അബ്രഹാമിനെ പ്രത്യേകിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പേര്. विश्वासियों का पिता कर कर भी अब्राहम को परमेश्वर ने एक नाम में दिया गया है. പർദീസയിൽ പാരഡൈസിന് പോലും സ്വർഗത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത് അബ്രഹാമിന്റെ മടി എന്നാണ്
കൊടുത്തിരിക്കുന്നത്. और जो लोग आमीन इस पृथ्वी को छोड़कर चले जाते हैं, उनको वे जो वास करने के स्थान है, उस स्थान को भी अब्राहम के गोद ऐसा कहा गया है वचन में। സോ ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിലും അബ്രഹാമിന്റെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളെ അല്പാൽപമെങ്കിലും ടച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. उत्पत्ति से लेकर प्रकाशित वाक्य इन अध्यायों में अब्राहम के बारे में कहीं ना कहीं थोड़े थोड़े बारे में विवरण बताया हुआ हम ये जरूर देख सकते हैं। എന്നാൽ ഈ യാക്കോബ് 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ വളരെ പ്രധാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു എന്നാണ്. लेकिन ये याकूब की पत्री 2 अध्याय उसके 23 पद में हम ये बात को देखते हैं कि अब्राहम परमेश्वर का मित्र कहलाने लायक एक पदवी उसने अपने जीवन में हासिल किया। നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, കർത്താവിന്റെ ദാസന്മാരാണ്, കർത്താവിന്റെ വേലക്കാരാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി കർത്താവിന്റെ സ്നേഹിതരായി തീരേണ്ടതിന്റെ ഏറ്റവും അത്യാവശ്യമുണ്ട്. हम परमेश्वर के दास दासी हैं, हम प्रभु की उपस्थिति में हम उसके संतान के रूप में हम प्रभु हमें बताया जाता है, हम अपने आप को कहलाते भी हैं, लेकिन उससे भी बढ़कर ये बात को हमें ध्यान रखना है कि हमें परमेश्वर का मित्र बनने लायक एक अवस्था में हमारे जीवन पहुंचना जरूरी है। അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിക്കുവാനായി ഒത്തിരി കാരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. अब्राहम परमेश्वर का ये मित्र कहलाने के लिए लायक बहुत सारी बातें, बहुत सारी कारण परमेश्वर का वचन हमें बताते हैं। ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ സമം സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യരെ സ്നേഹിതരായി നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ അതിനുപോലും ഒത്തിരി കാരണങ്ങളുണ്ടല്ലോ. എങ്കിൽ മാത്രം ആ കാരണങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിന് അർത്ഥവണ്ണമാണല്ലോ നമ്മുടെ ഭൂമിയിലുള്ള മിത്രങ്ങളെ അല്ലെങ്കിൽ സ്നേഹിതരാക്കി എടുക്കുവാൻ കഴിയുന്നത്. हम इस संसार में हम अपने अपने जैसे ही लोगों को यदि मित्र बनाना हो तो हम कितने सारे कारणों को ढूंढते हैं, कितने सारे कारण को जब हमारे जीवन के अनुसार जब उस मेल खाते हुए अनुभव में आते हैं, तभी तो हम लोगों को अपने मित्र बनाने के लिए हम कोशिश करते हैं। എന്നാൽ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിക്കുവാനുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാനെന്ന് നിങ്ങളുടെ മുൻപാകെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. यहाँ पर मैं कुछ प्राथमिक बातों को या महत्वपूर्ण बातों को बताना चाहता हूं जो अब्राहम परमेश्वर का मित्र कहलाने लायक क्या कुछ उसने अपने जीवन में हासिल किया था। ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ उत्पत्ति के पुस्तक 12 अध्याय की ओर जब अपने ध्यान को ले चलते हैं, അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് उसके 4थे आयत को जब हम पढ़ेंगे तो वहां पर इस प्रकार हम देखते हैं, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. यहाँ पर वचन लिखता है कि जैसे परमेश्वर का वचन अब्राहम से बोला गया, वैसे ही अब्राहम अपने घर छोड़कर चल बसा। അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിക്കുവാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തേത് കർത്താവിന്റെ വാക്കുകളെ അങ്ങനെ തന്നെ അനുസരിക്കുവാനിടയായി. और अब्राहम परमेश्वर का मित्र कहलाने के लिए कारणों में से सबसे पहला कारण ये था क्योंकि अब्राहम ने जैसे परमेश्वर ने उसको वचन के द्वारा अपने दर्शन के द्वारा कुछ बातों को कहा था, उन बातों को मानते हुए वैसे ही अपने घर छोड़कर वो प्रभु जहां भेज रहा था उस स्थान के लिए निकल पड़ा। 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായി. अब्राहम के बारे में उत्पत्ति की पुस्तक 12 अध्याय उसके पहले आयत से हम यदि पढ़ेंगे तो वहां पर यहोवा परमेश्वर अब्राहम से इस प्रकार कहता है कि तू अपने देश और अपने कुटुंबी अपने पिता के घर को छोड़कर उस देश की ओर चला जा जो जो मैं तुझे दिखाने जा रहा हूं। ഒരു സർവശക്തിയുടെ ദൈവം ഒരു സ്ഥലത്തേക്ക് ഇന്ന സ്ഥലത്തേക്ക് പോക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. പക്ഷേ അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനാണ്.
और यदि ऐसे कहा जाता कि एक फलाना स्थान में चले जा तो शायद जाने के लिए बहुत आसान होता, लेकिन यहाँ पर परमेश्वर अब्राहम से कहता है कि मैं जिस देश को तुझे दिखाने जा रहा हूँ, उस देश की ओर तू अपने यात्रा को आरंभ कर। നേരത്തെ പാസ്റ്റർ പി കെ തോമസൺ ഞങ്ങളെ പരിചയപ്പെടുത്തിയതുപോലെ കേരളത്തിൽ തമിഴ്നാട്ടിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ശേഷം ബോംബെയിൽ, താനെയിൽ, ഇവിടെ ശാന്തിനഗർ ഈ IPC സഭയിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി വരണമെന്ന് സ്പെസിഫിക്കായി അഡ്രസ് നൽകിയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ശാന്തിനഗറിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നത്. जैसे परमेश्वर के दास पास्टर थॉमसन ने इस प्रकार मेरे बारे में परिचय दिया, तो उसी प्रकार हम पहले तमिलनाडु में सेवकाई कर रहे थे, लेकिन जब हमें एक स्पष्ट पता दी गई थी कि आपको थाने में शांति नगर की जो IPC कलीसिया हैं वहां जाकर सेवकाई करना है, ऐसे एक स्पष्ट पता मिलने के कारण हम यहाँ पर पहुंचे हैं और यहाँ अब प्रभु की सेवकाई में लगे हुए हैं. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം ഇതുപോലെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും എവിടെ പോകും, എങ്ങനെ പോകും, അഡ്രസ് അറിയാതെ എവിടെ പോകും എന്നൊക്കെ ഒത്തിരി കൺഫ്യൂഷനായി ചോദ്യങ്ങളോട് നിൽക്കുവാനിടയാൻ സാധ്യതയുണ്ട്. और यदि आज के जमाने में यदि परमेश्वर हमसे इस प्रकार कहते कि मैं जिस देश को तुझे दिखाने जा रहा हूं उस देश की ओर तू यात्रा कर ले, तो शायद हम और आपके बीच में बहुत बड़े असमंजस की अवस्था रहती कि कहाँ जाएं, कैसे जाएं, किधर को जाना है, कौन सा रास्ता लेना है, सारी विषय में बड़े असमंजस हमारे बीच में बना रहता. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പന കേട്ട ഉടനെ തന്നെ അബ്രഹാം മറ്റൊന്നും നോക്കാതെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് അവൻ പുറപ്പെട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അവൻ യാത്ര ആരംഭിച്ചു. लेकिन अब्राहम के जीवन से हम ये बात को देखते हैं, आगे न पीछे देखते हुए वे जैसी ही परमेश्वर की वाणी उसकी ओर पड़ी, वो अपने सारे कुटुंबियों को, अपने घराने को और अपने आमीन देश को भी छोड़कर जिस देश परमेश्वर उसे दिखाना चाहता था उस देश की ओर वो रवाना हो गया. അതാണ് വചനം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചതുപോലെ അവൻ പുറപ്പെട്ടു. इसलिए चौथे आयत में इस प्रकार लिखता है कि यहोवा के इस वचन के अनुसार अब्राहम चला. ഒന്നാമതായി ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അബ്രഹാം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് അവൻ പുറപ്പെട്ടു. पहली बात ये बात में वचन में ये बात में बताया जाता है कि पहली बात है कि अब्राहम परमेश्वर का जैसी आज्ञा उसको दी गई वैसे वे यात्रा शुरुआत किए. രണ്ടാമതായി അതേ ചാപ്റ്റർ 12 വേഴ്സ് 8 and 9 പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. और वही अध्याय में दूसरी बात 8 और 9 आयत में इस प्रकार बताया जाता है. അവൻ യഹോവയ്ക്ക് അവൻ അവിടെ ഈ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കുള്ള ദേശത്തേക്ക് അവൻ പുറപ്പെട്ടു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പിന്നെ യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു എന്നും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. और 8वें आयत में वहां पर इस प्रकार लिखता है कि वे पश्चिम की ओर बेतेल के पूर्व की ओर में चले गए और वहां पर यहोवा के लिए एक वेदी बनाई और यहोवा से प्रार्थना की. രണ്ടാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവത്തിന്റെ നാമത്തിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചവനായിരുന്നു അബ്രഹാം. दूसरी बात परमेश्वर का वचन ये बात में बताता है कि अब्राहम परमेश्वर के नाम से, यहोवा के नाम से एक वेदी बनाता है और वहां परमेश्वर की वो आराधना करता है. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വളരെയധികം ഷോർട്ടായിട്ട് ആ ഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തെ ആരാധിക്കേണ്ടതിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.
और समय की कमी के कारण मैं बहुत संक्षिप्त में बातों को कह रहा हूँ। पहले बात हमने देखा कि जैसे अब्राहम ने अपने देश, अपने कुटुंबियों को छोड़कर, आमीन, जैसे परमेश्वर जिस देश को उसे दिखाना चाहता था उस देश की ओर यात्रा करने के बाद उस जिस स्थान में पहुंचा, वहां पर पहली बात उसने ये किया कि उसने यहोवा के लिए एक वेदी बनाकर वहां प्रभु के लिए वो आराधना चढ़ाई। മൂന്നാമതായി അതിന്റെ 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ചാപ്റ്റർ 13 വേഴ്സ് 9 പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. तीसरी बात वही उत्पत्ति के पुस्तक 13 अध्याय उसके 9 आयत में इस प्रकार बताया जाता है, ഈ ദേശമെല്ലാം നിന്റെ മുൻപാകില്ലയോ, എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. और वहां पर इस प्रकार कहा जाता है कि क्या सारा देश तेरे सामने नहीं, इसलिए मुझसे अलग हो जा। यदि तू बाई ओर जाए तो मैं दाहिनी ओर जाऊंगा, और यदि तू दाहिनी ओर जाए तो मैं बाएं ओर जाऊंगा। ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്രഹാമും ലോത്തും ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലോത്തിന്റെ ആട്ടിടയന്മാർക്കും അബ്രഹാമിന്റെ ആട്ടിടയന്മാർക്കും തമ്മിൽ ചെറിയ ഒരു വിഷയമുണ്ടായപ്പോൾ അബ്രഹാം പറയുകയാണ്, നീ ഇടത്തോട്ട് പോകുന്നുവെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം, നീ വലത്തോട്ട് പോകുന്നുവെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം. इस आयत में ये बात बताया जाता है कि अब्राहम जब यात्रा शुरुआत करता है तो अब्राहम के साथ लूत भी यात्रा कर रहे थे, लेकिन कुछ समय के बाद जब अब्राहम के चरवाहे और लूत के चरवाहों के बीच में थोड़ी सी जब गड़बड़ी शुरू हो गई, तो अब्राहम लूत से कहता है कि तू अब मुझसे अलग हो जा। यदि तू दाएं ओर जाए तो मैं बाएं ओर जाऊंगा, यदि तू बाएं ओर जाए तो मैं दाएं ओर चले जाऊंगा। അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി തീരുവാനുള്ള ഒന്നാമത്തെ കാരണം മറന്നു പോകരുത്, ദൈവത്തിന്റെ വാക്കുകളെ അനുസരിച്ച് അവൻ ദേശത്തെ ചാർച്ചക്കാരെ അവൻ പിതൃഭവനത്തെ വിട്ടു പുറപ്പെട്ടു. पहली बात याद रखना है कि अब्राहम परमेश्वर का मित्र बनने का पहला कारण यह है क्योंकि वे परमेश्वर की आज्ञा जैसे उस पर आई, वचन के अनुसार वे अपने सारे घरानों को, कुटुंबियों को, सब कुछ को छोड़कर जिस देश को परमेश्वर से दिखाना चाहता था उस देश की ओर वो रवाना हो गया। രണ്ടാമതായി അവൻ ദൈവത്തിന്റെ മുൻപാകെ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. दूसरी बात, अब्राहम परमेश्वर का मित्र बनने का कारणों में से यह है कि परमेश्वर के लिए उसने वेदी और आराधना चढ़ाने वाला व्यक्ति था। മൂന്നാമതായി അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ തടസ്സകരമായി മുൻപിൽ നിന്ന വ്യക്തികളുമായി ഒന്ന് സെപ്പറേറ്റഡ് ഒന്ന് വേർതിരിയുവാൻ തക്കോണമിടയായി. और तीसरी बात यह है कि अपने लक्ष्य स्थान में पहुंचने के लिए जो भी रुकावट उनके जीवन में था, तो उन लोगों को अपने जीवन से अलग करने के लिए अब्राहम वहां निर्णय लेता है। സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോഴേ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. അങ്ങനെയെങ്കിൽ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ തടസ്സകരമായി ലോത്ത്, ദർശനം നഷ്ടപ്പെട്ട ലോത്തായിരുന്നു. ആ ലോത്തിൽ നിന്ന് അബ്രഹാം സെപ്പറേറ്റ് ആകുവാനിടയായി. पहली बात, अब्राहम से परमेश्वर ने इस प्रकार कहा था कि मैं तुझे जिस देश को दिखाने जा रहा हूं उस देश की ओर तू यात्रा करके आमीन उस देश में पहुंचना है। लेकिन यहाँ पर हम देखते हैं कि अब्राहम के उस दिखाए जाने वाले देश के और रुकावट के रूप में लूत नाम का उसके जो आमीन सगे संबंधी थे, उसके जीवन में एक बड़ी रुकावट के समान कार्य कर रहा था। इसलिए अब्राहम जिन रुकावटों को अपने जीवन में उसने सामना किया, उन रुकावटों को अपने जीवन से उसने हटाने के लिए निर्णय लिया। നമുക്കും ദൈവത്തിന്റെ സ്നേഹിതരായി തീരണമെങ്കിൽ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ ദർശനം, ദൈവം നൽകിയിരിക്കുന്ന ദർശനവും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്കും തടസ്സകരമായി നിൽക്കുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്.
यदि हमें भी परमेश्वर का मित्र बनकर इस जीवन में हमें आगे बढ़ना है, तो परमेश्वर ने हमें दिया हुआ बुलाहट और दर्शन के अनुसार यदि हमें आगे बढ़ना है, तो हमारे जीवन में हमारे सामने आने वाले व्यक्ति के रूप में या हमारी परिस्थिति जो हमें आगे बढ़ने से रोकता है, उन परिस्थितियों से हमें अलग होकर हमारी यात्रा को हमें जारी रखना है। പലപ്പോഴും നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദർശനവും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയും അതിന് തക്കതായ മുൻപിലേക്ക് പോകാൻ കഴിയാതെ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതരോ ഏറ്റവും അടുത്ത ബന്ധുക്കളോ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരോ ഒരുപക്ഷെ തടസ്സകരമായി നിന്നെന്ന് വരാം. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. हमेशा याद रखना है कि परमेश्वर ने हमारे जीवन में दी हुई दर्शन के अनुसार हमें आगे ना बढ़ पाने वाले ऐसी परिस्थिति हमारे जीवन में आते हैं। हो सकता है कि हमारे सामने कोई व्यक्ति लोग हैं, हमारे सामने कोई ऐसी परिस्थिति, ऐसे कोई आमीन ऐसे कोई अवस्थाएं हैं जो हमें हमारे दर्शन में बढ़ने में रोकता है। तो उन चीजों से अलग होकर दर्शन को आगे बढ़ाना जरूरी है। അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അബ്രഹാം ദൈവ ശബ്ദം കേട്ടു യഥാർത്ഥമായി ദർശനം കണ്ടവനായിരുന്നു. എന്നാൽ ലോത്ത് അബ്രഹാമിന്റെ പിന്നാലെ പിൻഗമിച്ചവനായിരുന്നു. और उसमें सबसे महत्वपूर्ण बात यह है क्योंकि अब्राहम परमेश्वर की वाणी को सुना था, परमेश्वर से उसने दर्शन को पाकर वे अपनी यात्रा को शुरुआत किए थे। लेकिन लूत की आमीन परिस्थिति यह नहीं है, लूत परमेश्वर का दर्शन ना सुनकर केवल अब्राहम का पीछे-पीछे हो लेने वाला एक व्यक्ति था। നമുക്കും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കുള്ള യാത്രാമധ്യേ കർത്താവിന്റെ രാജ്യത്തിൽ ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നത് വരെയും നമുക്ക് തടസ്സകരമായി നിന്നുകൊണ്ടിരിക്കുന്ന ആ തടസ്സങ്ങളിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആകേണ്ടതിന്റെ അത്യാവശ്യമുണ്ട്. और हमें भी याद रखना है कि परमेश्वर ने हमें जो दर्शन दिया है और प्रभु हमें जिस स्थान में ले जाना चाहता है, उन स्थान तक पहुंचने तक हमारे जीवन यात्रा में रुकावट के रूप में रुकने वाले हरेक प्रकार की आमीन ऐसी रुकावटों को हमारे जीवन से दूर करते हुए हमारे दर्शन की ओर आगे बढ़ना ये हमारे लिए अति आवश्यक है। കർത്താവിന്റെ മഹത്വമേറെ വേല ചെയ്യുന്ന ദൈവദാസിദാസന്മാരെ, നമ്മുടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളിക്കും ആ ദർശനത്തിനും ഒത്തവണ്ണം മുൻപിലേക്ക് പോകാൻ കഴിയാതെ എന്താണോ തടസ്സം അതിനെ കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് സെപ്പറേറ്റ് ആകേണ്ടതിന്റെ ഏറ്റവും അത്യാവശ്യമുണ്ട്. കാരണം നമ്മുടെ കർത്താവ് വരേണ്ട സമയം അടുത്തുപോയി. और हमारे प्रभु की सेवकाई में आमीन कार्यरत रहने वाले परमेश्वर के दास दासियों, परमेश्वर ने दी हुई दर्शन के अनुसार हम आमीन आगे बढ़ते हुए हम जब जा रहे हैं, तो उस दर्शन के रूप आगे बढ़ने में रुकावट लाने वाले जो वस्तुएं हैं, जो विषय हैं, उन विषयों को हमारे जीवन में पता करके उनमें से हमारे जीवन को अलग करके हमारे दर्शन की ओर आगे बढ़ना बेहद जरूरी है, क्योंकि हमारा परमेश्वर का आगमन का समय निकट हुआ है। കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദർശനത്തെ മറന്നുപോകാതെ അതിൻ പ്രകാരം മുൻപിലേക്ക് പോകുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് ദൈവത്തിന്റെ സ്നേഹിതരായി തീരുവാൻ കഴിയുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. परमेश्वर ने हमें दी हुई बुलाहट को समझकर, परमेश्वर ने हमें दिया हुआ दर्शन को ध्यान में रखकर हमारे सामने आने वाले रुकावटों को हटाकर यदि हम आगे बढ़ते हैं, तो निश्चय हम परमेश्वर का मित्र बन के आगे बढ़ सकेंगे। ये वचन हमें बताता है। Praise God. നാലാമതായി ഈ ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ chapter 14 verse 21 says, അത് പറയുന്നത് ഇങ്ങനെയാണ്. और चौथी बात उत्पत्ति की पुस्तक 14 अध्याय उसके 21वें आयत में इस प्रकार बताता है, അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. അതിങ്ങനെയാണ് നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു എന്നൊരു വചനം പറയുന്നു.
और यहाँ पर प्रभु का वचन में इस प्रकार लिखा जाता है कि जिस शत्रु को परमेश्वर ने तेरे हाथों में दिया है वो परमेश्वर अति महान और आमीन धन्य है। और इस प्रकार आगे वचन में लिखते हैं कि अब्राहम इसके पश्चात सब कुछ में उसने परमेश्वर को दशमांश चढ़ाए। നമ്മൾ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഈ വേദിയിൽ പറയുന്നത് അത്രത്തോളം ഉചിതമല്ല എന്ന് എനിക്കറിയാം. और प्रभु के वचन के इस मंच में दशमांश देने के विषय में बोलना उचित नहीं है, ये मैं जानता हूं। എങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളും നമുക്ക് ദൈവം നൽകുന്ന നന്മയിൽ നിന്ന് ദശാംശം കൃത്യമായി വേർതിരിച്ച് ദൈവനാമത്തിന് വേണ്ടി അബ്രഹാം കൊടുത്തതുപോലെ നാം കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അതിൽ അല്പം പോലെ പിറകിലേക്ക് മാറിപ്പോകരുത് എന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് വിനീതമായി അപേക്ഷിച്ചു കൊള്ളുകയാണ്. यहाँ पर वचन के आधार पर एक बात को मैं आपको बताना चाहूंगा कि हम भी अब्राहम के समान, हमें परमेश्वर जो कुछ भी हमारे जीवन में आशीषों के रूप में देता है वो उनमें से आमीन परमेश्वर को दशमांश देने वाला आमीन एक जीवन और एक शैली हमारे जीवन में रहे, ये बात को हमें हमारे जीवन से भूलना नहीं है। Praise God. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി തീരുവാനുള്ള അഞ്ചാമത്തെ കാരണത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. अब्राहम परमेश्वर का मित्र बनने के लिए जो 5वां कारण है वो मैं आपके सामने ले आना चाहता हूं। ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. उत्पत्ति के पुस्तक 15 अध्याय उसके 6 आयत में इस प्रकार बताया जाता है, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നെഴുതിയിരിക്കുകയാണ്. और यहाँ पर लिखा है कि उसने यहोवा पर विश्वास किया और यहोवा ने इस बात को उसके लेखे में धर्म गिना। സ്വർഗത്തിലെ ദൈവത്തിൽ അവൻ പരിപൂർണമായി വിശ്വസിച്ചു എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. यहाँ पर वचन इस प्रकार हमें समझाता है कि उसने अपने स्वर्ग का परमेश्वर में पूर्ण रीति से विश्वास रखा था। ഈ ചാപ്റ്റർ 15 അധ്യായത്തിന്റെ സംഭവം നമുക്ക് എവർക്കും അറിയാം, എങ്കിലും ഞാൻ ഒന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. और इस 15वें अध्याय के जो पृष्ठभूमि है हम सब जानते हैं, लेकिन मैं उसमें से कुछ बातों को या विशेष रूप से आपको बताना चाहता हूं। അബ്രഹാമും സാറായുമായി ജീവിതം ആരംഭിച്ച അനേക വർഷങ്ങളായിട്ടും അവര് ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും ദൈവിക ദർശനം കണ്ടിട്ടും ദൈവത്താൽ യാത്ര പുറപ്പെട്ടു. ഇതൊക്കെയാണെങ്കിൽ പോലും അവർക്കൊരു തലമുറയെ കാണുവാൻ കഴിയാത്തൊരവസ്ഥയിൽ വളരെ വേദനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. अब्राहम अपने परिवार या सारा के साथ इस परिवार जीवन को शुरुआत करते हुए लंबे समय बीत चुके थे। परमेश्वर का दर्शन को पाकर वे अपनी यात्रा में लगे हुए थे, लेकिन लंबे समय से उनको कोई संतान न होने के कारण वे बड़े व्याकुल और दुखी अवस्था में थे। പലപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാം ഉണ്ടായിരുന്നു, സാറായും ഉണ്ടായിരുന്നു. और कई बार परमेश्वर की उपस्थिति में खड़े रह के आंसू बहाते हुए प्रार्थना करने वाला एक अब्राहम और सारा को हम वचन में पढ़ते हैं। ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തൊരവസ്ഥയിൽ വളരെ ദീർഘവർഷങ്ങൾ കാത്തിരിക്കേണ്ടതായി വന്നു. और उस प्रार्थना के उत्तर न मिलने वाले ऐसे एक परिस्थिति उनके जीवन में आए और लंबे समय तक उनको उस प्रार्थना के उत्तर के लिए इंतजार करना पड़ा। എന്നാൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് വെളിപ്പെടുത്തും എന്നത് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. लेकिन एक बात मैं आपको याद दिलाना चाहता हूं कि परमेश्वर जो स्वर्ग में है वे अपना काम ठीक समय पर करने वाला प्रभु है। परमेश्वर ने यदि कुछ कहा है तो वो निश्चय हमारे लिए वो पूरा करेगा। സ്വർഗത്തിലെ ദൈവത്തിന് മുൻപാകെ ഒരു ദിവസം അബ്രഹാമും സാറായി നിന്നുകൊണ്ട് പറയുകയാണ്, ഇനി നമുക്ക് സന്താനപുഷ്ടിയില്ല, വളരെ പ്രായമെത്തിപ്പോയി, ഇനി എന്തായാലും സ്വർഗത്തിലെ ദൈവം നമുക്ക് സന്താനങ്ങളെ തരികയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ ദാസനായിരിക്കുന്ന എലയാസർ നമുക്ക് അവകാശിയായിരിക്കട്ടെ എന്ന് പറഞ്ഞവർ ഒരു കുടുംബത്തിൽ തീരുമാനമെടുക്കുവാനിടയായി.
और एक दिन सवेरे उठकर अब्राहम और सारा इस प्रकार से अपने आप से बातें कर रहे थे कि स्वर्ग का परमेश्वर ने हमें कोई संतान से हमें आशीषित नहीं किया है और शायद हमें मिलने भी नहीं वाला है। इसीलिए वे लोग आपस में इस प्रकार निर्णय लेते हैं कि उनके जो दास था दमिश्कवासी जो इलियाजर है, उसी को अपना वारिस के रूप में वे निर्णय लेने के लिए तैयार हो गए। എന്നാൽ അന്ന് രാത്രിയിൽ അബ്രഹാമിന് ഉറങ്ങുവാനായത് കഴിഞ്ഞില്ല. और लेकिन उस रात अब्राहम अच्छे से सो नहीं पाए അവൻ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. और वे अपने तंबू से जब बाहर को निकले ആ ദൈവ സ്വർഗത്തിലേക്ക് അവനെ കണ്ണുകളെ ഉയർത്തി കരയുവാൻ തുടങ്ങി. और स्वर्ग की ओर अपनी आंखें उठाकर वे रोने लगे। കർത്താവേ, ഞങ്ങൾക്കൊരു സന്താന പുഷ്ടിയില്ലാതെ ഞങ്ങളുടെ വേലക്കാരനെ ഇനി ഞങ്ങളുടെ അവകാശിയാക്കി തീർക്കണമോ എന്ന് പറഞ്ഞ് ദൈവത്തോട് കരയുവാൻ തുടങ്ങി, സംസാരിക്കുവാൻ തുടങ്ങി. अब्राहम परमेश्वर के सामने रोने लगा, परमेश्वर से बातें करने लगा कि परमेश्वर आपने हमें कोई संतान को नहीं दिया है और हमारा दास जो है उसे क्या हम अपने वारिस के रूप में बनाना है, ऐसे बातों को कहने लगे। എന്നാൽ ആ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനോട് സംസാരിക്കുവാൻ തുടങ്ങി. നീ ആകാശത്തിലേക്ക് നോക്കുക, ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കുക, നിനക്ക് എണ്ണുവാൻ കഴിയുമോ? കടൽക്കരയിൽ മണൽ കാണിച്ചു കൊടുത്ത് ഇത് നിനക്ക് എണ്ണി തീർക്കുവാൻ കഴിയുമോ എന്ന് സ്വർഗത്തിലെ ദൈവം ചോദിക്കുവാനിടയായി. लेकिन परमेश्वर यहोवा ने उससे इस प्रकार बातें करने लगा, आकाश की ओर दृष्टि करके तारागण को गिन, क्या तू उनको गिन सकता है? फिर उसने आमीन अब्राहम को परमेश्वर ने आमीन समुद्र के बालुओं को दिखाकर कहा, क्या तू इन बालुओं को तू गिनकर सही रीति से उसकी गिनती रख सकते हैं क्या? അന്ന് രാത്രിയിൽ സ്വർഗത്തിൽ ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു, നിനക്ക് ഇതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഈ മണൽത്തരികളെ പോലെ എന്നെ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിലുള്ള സന്താനങ്ങളെ കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ് എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. उस रात में फिर से परमेश्वर की वचन हमें बताता है कि परमेश्वर उससे एक वायदा करता है कि जिस प्रकार आकाश के तारागण को तो गिन नहीं सकता, समुद्र के बालू के किनकों को तो गिन नहीं सकता, ऐसे असंख्य मैं तुझे संतानों से आमीन भरने वाला परमेश्वर हूं। അന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്കുകളെ പരിപൂർണമായി അബ്രഹാം വിശ്വസിക്കുവാനിടയായി. ആമേൻ. उस रात स्वर्ग का परमेश्वर की बातों पर पूर्ण रीति से अब्राहम विश्वास करने शुरू किया। ഇന്ന് രാത്രി എന്റെ മുൻപിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വാസത്തിൽ തളർന്നോ ക്ഷീണിച്ചോ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. आज सुबह के समय में ये प्रार्थना में बैठने वाले लोगों, आप यदि इस प्रकार से प्रार्थना करके थके हुए हालत में है कि परमेश्वर आपकी प्रार्थनाओं का उत्तर नहीं दे रहा है, तो आज सुबह के समय हम आपके बीच में ये बात की घोषणा कर रहे हैं कि स्वर्ग का परमेश्वर आपकी प्रार्थनाओं को सुनता है और उस समय पर आपके लिए उत्तर देने वाला परमेश्वर भी है। ദൈവത്തിന്റെ വാക്കുകളെ വാഗ്ദത്തങ്ങളെ പരിപൂർണമായി അവൻ വിശ്വസിച്ചു, ആഴമായി അഗാധമായി അവൻ വിശ്വസിക്കുവാനിടയായി. और परमेश्वर की वायदाओं को, परमेश्वर के वचनों को परिपूर्ण रीति से उसने विश्वास किया, गहरे तौर से उसने परमेश्वर की बातों पर विश्वास को रखा है। അവർ വിശ്വസിച്ച സമയവും സന്ദർഭവും എങ്ങനെയായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. और अब्राहम ने किस प्रकार परमेश्वर पर विश्वास किया और उसका समय और तारीख कैसे थे, ये बात वचन में हमें अच्छे से पता कर पाते हैं। റോമർക്ക് ലേഖനം ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 4 അതിന്റെ 4-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. और रोमियों की पत्री 4 अध्याय उसके 20 और 31 20 और 23 आयतों को पढ़ेंगे तो ये बात बड़े स्पष्ट रीति से बताया जाते हैं, हम पढ़ पाते हैं। അവർ അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ ഏകദേശം 100 വയസ്സ് ഉള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും
സാറായുടെ ഗർഭത്തിന്റെ നിർജീവത്വത്തെ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ വിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് പൂർണ്ണമായി उറച്ചു. और इस प्रकार उसके 4 अध्याय उसके 19 आयत में लिखता है कि वह जो 100 वर्ष का था, अपने मरे हुए से शरीर और सारा के गर्भ की मरी हुई की सी दशा जानकर भी विश्वास में निर्बल ना हुआ, और आमीन, और बहुत दृढ़ विश्वास किया, और परमेश्वर का महिमा उसने देखा. ദൈവത്തിലുള്ള വിശ്വാസം, വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു. നിർജീവത്വത്തെയും അവരുടെ നിസ്സഹായമായ അവസ്ഥയെ നോക്കാതെ, ശരീരത്തിന്റെ അവസ്ഥയെ നോക്കാതെ, അവരുടെ ജീവിതത്തിന്റെ അവസ്ഥയെ നോക്കാതെ, ഇതിനേക്കാൾ അധികമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവശക്തൻ എന്ന് അവർ പരിപൂർണമായി ഉറച്ചങ്ങ് വിശ്വസിച്ചു. और अपने जीवन की परिस्थिति और हालात को ना देखते हुए परमेश्वर ने जो बातों को उसको बताए थे, उन बातों पे पूर्ण रीति से विश्वास किया, और उसमें अपने दृढ़ विश्वास को उन्होंने रखा, और इसी प्रकार परमेश्वर की वायदाओं को पर भरोसा करते हुए वे आगे बढ़ने के लिए निर्णय लेता है. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു വാക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, എല്ലാം നിർജീവത്തിന്റെ അവസ്ഥകളായിരിക്കാം, എല്ലാം നിസ്സഹായമായ അവസ്ഥയായിരിക്കാം, എല്ലാം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പ്രവർത്തിപ്പാൻ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. और आज सुबह के समय में हम आपसे, पवित्र आत्मा मुझसे इस प्रकार कहने के लिए कह रहा है कि हो सकता है कि आपके जीवन में आप बड़े असहाय अवस्थाओं में पड़े हुए हैं, आपका सब उम्मीद नष्ट हुए अवस्थाओं में आप शायद पड़े हुए होंगे, आपके जीवन में और कोई सहारा नहीं है, कोई आसरा नहीं है, ऐसे सब कुछ खत्म हो गया है, ऐसी हालात में आप बैठे रहने के समय में परमेश्वर का वचन आपको ये बात याद दिलाता है कि परमेश्वर के लिए कोई भी बात असंभव नहीं है. यदि वो कुछ करता है, वो कहता है, तो वो अपने जीवन से उसको सही समय पर हमारे लिए पूरा कर देने के लिए वो प्रभु सामर्थी परमेश्वर है. കാരണം നമ്മുടെ സർവശക്തനായ ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല. कारण यह है कि हमारे सर्वशक्तिमान परमेश्वर के लिए असंभव कुछ भी नहीं है. സകലവും ദൈവത്താൽ സാധ്യമാണ്. और सब कुछ परमेश्वर से संभव हो सकता है. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയങ്ങളുടെ മധ്യേ എനിക്കിനി പ്രാർത്ഥനയിൽ മറുപടി ലഭിക്കുകയില്ല എന്ന് വളരെ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വാക്കുമാറാത്ത ദൈവം, അത്ഭുതം ചെയ്യുവാൻ ദൈവം ശക്തനാണ്. किसी भी विषय में यदि आपने अपने आशा को खोए हुए अवस्थाओं में आप बैठे हुए हैं, अब मैं प्रार्थना करने से मेरे जीवन में किसी भी प्रकार की आशीष में नहीं प्राप्त कर पाऊंगा, ऐसी अवस्था में यदि बैठे हैं, तो परमेश्वर की पवित्र आत्मा आपसे इस प्रकार कहने के लिए कह रहा है कि वायदा दिया वो परमेश्वर, वो विश्वास योग्य है, वो वायदों को कभी भी वो टालता नहीं है. वो आपके जीवन में आपको दी हुई वायदों को पूरा करने वाला परमेश्वर भी है. നമ്മൾ ഇതുവരെ ചിന്തിച്ചു വരുന്ന അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി തീരുവാനുള്ള കാരണങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. अब तक हम जो बातों को सुन के आ रहे हैं वो यह है कि अब्राहम परमेश्वर का मित्र बनने का कारण क्या क्या है. ഒന്നാമതായി അവൻ ദൈവത്തിന്റെ വാക്കുകളെ അനുസരിച്ച് അവൻ പുറപ്പെട്ടു. पहली बात है वे परमेश्वर का वचन के अनुसरण करते हुए, आज्ञा के अनुसरण करते हुए परमेश्वर जहां पर जाने के लिए कहा वहां के लिए वो अपना यात्रा शुरुआत किया. വിട്ടു പുറപ്പെട്ടു വന്നവൻ ദൈവത്തിന്റെ മുൻപാകെ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുവാനിടയായി.
जो सब कुछ छोड़कर निकल कर आए थे, वे प्रभु की उपस्थिति में आकर परमेश्वर के लिए, यहोवा के लिए एक वेदी बनाकर वहां परमेश्वर के लिए उसने आराधना दिया। മൂന്നാമതായി അവൻ ദൈവത്തിന്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ തടസ്സകരമായിരുന്ന ലോത്തിൽ നിന്ന് അവൻ സെപ്പറേറ്റ് ആകുവാനിടയായി. तीसरी बात यह है कि वे वायदा के देश में जाने के लिए रुकावट में उसके सामने रुकने वाले लूत से अपना रिश्ता छोड़कर अपनी यात्रा की और वे फिर से शुरुआत किए। നാലാമതായി സ്വർഗത്തിലെ ദൈവം അവന് നൽകിയ നന്മയുടെ മുഴുവൻ ദശാംശം ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ അവൻ മറന്നുപോകാതെ ചെയ്യുവാനിടയായി. ആമേൻ. चौथी बात यह है कि परमेश्वर ने उसको जो भी विषय में आशीषित किया था उन सारे वस्तुओं में वे परमेश्वर को दशवांश देने के लिए वे भूले नहीं। അഞ്ചാമതായി അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ പരിപൂർണമായി വിശ്വസിച്ച് ഉറച്ച് നിന്നതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവനെ സ്നേഹിതനാക്കി തീർക്കുവാനിടയായി. पांचवी बात यह है कि जो परमेश्वर ने दी हुई वायदाओं पे पूर्ण रीति से विश्वास करते हुए उसमें दृढ़ रहने के कारण वे स्वर्ग का यहोवा परमेश्वर से एक मित्र बनने का एक अवस्था में वे पहुंच गए। അവൻ സ്തോത്രം. ആറാമതായ ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജെനിസിസ് ചാപ്റ്റർ 18 അവൻ 18-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം വേഴ്സ് 32 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. और छठी एक और बात को मैं आपको बताना चाहता हूं। उत्पत्ति के पुस्तक 18 अध्याय उसके 32 आयत में इस प्रकार लिखा जाता है, അപ്പോൾ അവൻ കർത്താവ് കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, പക്ഷേ 10 പേരെ അവിടെ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. और 32 आयत में इस प्रकार लिखा जाता है, फिर उसने कहा, हे प्रभु क्रोध ना कर, मैं एक ही बार और कहूंगा, कदाचित उसमें 10 मिले। उसने कहा, तो मैं 10 के कारण भी उसका नाश न करूंगा। നോക്കുക, 18-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ കാണുവാൻ കഴിയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപിൽ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്ത് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരുവനായിരുന്നു അബ്രഹാം. अब्राहम के बारे में इस 18वें अध्याय के 28वें आयत से हम नीचे पढ़ते हैं तो यहाँ पर इस प्रकार दिखाया जाता है कि अब्राहम स्वर्ग का परमेश्वर से नाश होने वाले लोगों के प्रति मध्यस्थता निभाने वाला एक व्यक्ति था अब्राहम। നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവത്തിന്റെ 3 ദൂതന്മാര് അബ്രഹാമിന്റെ ആ കൂടാരത്തിലേക്ക് വരുന്നു, മമ്രയുടെ തോപ്പിലേക്ക് വരുന്നു. അതിൽ 3 ദൈവത്തിന്റെ ദൂതന്മാരെയും അബ്രഹാം സ്വീകരിച്ച് അവർക്ക് വേണ്ടി തരത്തിൽ ഭോജനം ഒരുക്കി നന്നായി അവരെ സ്വീകരിക്കുവാനിടയായി. हम ये बात को जानते हैं कि अब्राहम से भेंट करने के लिए 3 स्वर्गदूत अब्राहम के तंबू के बाहर आते हैं और अब्राहम बड़े अच्छे से उनकी मेहमान नवाजी करते हुए, उनको अच्छे रीति से उनके पहुनाई करते हुए वे उनको वहां से विदा करते हैं। ആ കൂടാരത്തെ വിട്ട് പുറത്തിറങ്ങി 3 ദൂതന്മാരിൽ ഒരു ദൂതൻ മടങ്ങിപ്പോയി, ബാക്കി 2 പുരുഷന്മാർ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലമാണ് സോദോം ഗോമോറ എന്ന പട്ടണം. और अब्राहम के तंबू से वे निकलकर दूसरी स्थान की ओर चले गए, लेकिन उसमें से 3 स्वर्गदूतों में से एक स्वर्गदूत लौट कर चला जाता है और 2 जो स्वर्गदूत है वे अगले एक शहर की ओर बढ़ते हैं। वे हैं आमीन सोदोम और अमोरा नाम का वो जगह। ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യമുണ്ടാകും, ഇതിൽ എന്തുകൊണ്ട് ഒരു ദൂതൻ അപ്രത്യക്ഷമായി എന്നൊരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. हो सकता है कि आपके मन में ऐसे एक सवाल उठकर आता हो कि क्यों इसमें से 3 स्वर्गदूतों में से एक स्वर्गदूत उनके बीच में से चले गए। അതിൽ ദൈവം ഒരു ദൈവത്തിന്റെ ദൂതനെ അയക്കുന്ന അവന്റെ ഡ്യൂട്ടി മാത്രം ചെയ്യുന്നു എന്നിട്ട് മടങ്ങിപ്പോകുന്നു. കാരണം അബ്രഹാമിന്റെ വീട്ടിൽ
ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്യുവാൻ ഒരു ദൈവത്തിന്റെ ദൂതനെ ദൈവം അയക്കുന്നു. അവിടെയാണ് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു ആൺകുഞ്ഞിനെ മാർവോട് അണയ്ക്കും എന്ന് വാഗ്ദത്തം ചെയ്തിട്ട് കടന്നുപോയി ആ ദൈവത്തിന്റെ ദൂതൻ. ആമേൻ. यहाँ पर इसका कारण यह होता है कि परमेश्वर यदि एक स्वर्गदूत को यदि कुछ कार्य को सौंपता है तो स्वर्गदूत उस कार्य को अपने जीवन से पूरा करते हुए वे अपने स्थान की ओर लौट जाते हैं। तो ये स्वर्गदूत जो आए थे ये अब्राहम को वायदा के रूप में बताने के लिए आए थे। वे आकर अपने वायदा को देकर वे अपने स्थान में लौट जाते हैं। മറ്റ് രണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ അവർ സ്വന്തം ഗോമോറ പട്ടണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബ്രഹാം അവരുടെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. बाकी दोनों स्वर्गदूत जब सदोम और अमोरा की ओर यात्रा कर रहे थे तो अब्राहम उनके साथ साथ यात्रा में उनके पीछे चल रहे थे। അബ്രഹാമിനോട് ദൈവത്തിന്റെ ദൂതന്മാർ പറയുകയാണ്, നോക്കൂ, ആ സോദോം ഗോമോറ പട്ടണത്തെ അവിടുത്തെ പാപം അതികഠിനമായിരിക്കുകയാൽ അവിടുത്തെ ദൈവത്തിന്റെ കോപം ഇതാ വരികയാണ്, ആ പട്ടണത്തെ തീയാൽ നശിപ്പിക്കാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ദൂതന്മാർ അബ്രഹാമിനോട് അരുളി ചെയ്യുവാനിടയായി. अब्राहम से परमेश्वर का स्वर्गदूत इस प्रकार कहते हैं कि जो उस सदोम और अमोरा का जो पाप है वे स्वर्ग तक पहुंच चुका है, इसलिए परमेश्वर का क्रोध उनके ऊपर भड़कने के कारण परमेश्वर उस देश को नाश करना चाहते हैं, इसीलिए उस स्वर्गदूत उस स्थान की ओर बढ़ रहे थे। ആ സോദോം ഗോമോറ പട്ടണത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന അബ്രഹാമിന്റെ സഹോദര പുത്രനായിരിക്കുന്ന ലോത്തിനെ കുടുംബത്തെയും അബ്രഹാം ഹൃദയത്തിൽ ഒന്ന് ഓർത്തു നോക്കുവാനിടയായി. और सदोम और अमोरा नाम के जगह में याद करने वाले रहने वाले अब्राहम के जो परिवार है, कुटुंबी हैं, लूत और उसके परिवार को अब्राहम एक क्षण के लिए याद करने लगा। കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിൽ നിന്ന് അകന്നുപോയ ദർശനമില്ലാതെ സോദോം ഗോമോറ പട്ടണത്തെ തിരഞ്ഞെടുത്ത് വളരെ നല്ല നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അബ്രഹാമിന്റെ സഹോദരപുത്രനായിരിക്കുന്ന ലോത്തിനും കുടുംബത്തിനും വലിയൊരു നാശം സംഭവിക്കാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാം ഈ ലോത്തിനും കുടുംബത്തിനും വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. और बहुत साल पहले अब्राहम से बिछड़ गए हुए लूत और उसके परिवार बड़े अच्छे रीति से उस स्थान में रह रहे थे, लेकिन जब इस बात को उन्होंने सुना कि परमेश्वर उस स्थान को, सदोम और अमोरा को नाश करने जा रहा है, तो अब्राहम अपने उस कुटुंबी के विषय में चिंता करते हुए परमेश्वर की उपस्थिति में मध्यस्थता और प्रार्थना करने वाली अनुभव को यहाँ पर देखते हैं। അബ്രഹാം ദൈവത്തോട് പറയുന്നു, ദൈവമേ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? 40 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? 30 നീതിമാന്മാരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കുമോ? ഓരോ പ്രാവശ്യം ദൈവത്തോട് മധ്യസ്ഥത ചെയ്ത് നിലവിളിച്ച് ദൈവത്തോട് യാചിക്കുകയാണ്. और अब्राहम परमेश्वर से इस प्रकार कह रहा है कि परमेश्वर क्या 50 धर्मी उस स्थान में है तो क्या तू उस देश को नाश करेंगे? क्या तू 45 लोग हैं तो ना करेंगे क्या? 30 लोग हैं तो करेंगे क्या? ऐसे अलग अलग समय पर परमेश्वर के सामने चिल्लाकर मध्यस्थता करने वाले, प्रार्थना करने वाले अब्राहम को यहाँ देखते हैं। അപ്പോഴെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നുള്ള മറുപടി ഇതാണ്, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. 40 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. 30 നീതിമാന്മാരുണ്ടെങ്കിൽ പട്ടണത്തെ നശിപ്പിക്കുകയില്ല. और उन समयों में परमेश्वर जो स्वर्ग में है वो इस प्रकार अब्राहम से उत्तर दे रहा है कि उस शहर में यदि 50 धर्मी है या 40 है या 30 भी हो तो मैं उस स्थान को नाश होने नहीं दूंगा। എന്നാൽ അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒരു വേദന ഉരുവായി. കാരണം എന്തെന്നറിയാമോ? അവിടെ 20 നീതിമാന്മാർ പോലുമില്ല, 10 നീതിമാന്മാർ പോലുമില്ല. ദൈവമേ, ഏറ്റവും ഒടുവിലായി ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുന്നു. റിക്വസ്റ്റ് ചെയ്യുകയാണ്, ദൈവം എന്നോട് കോപിക്കരുതേ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, അവിടെ 10 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ ദൈവമേ അങ്ങ് പട്ടണത്തെ നശിപ്പിക്കുമോ?
आगे के समय में अब्राहम इस प्रकार से सोचते हैं कि उस देश में कम से कम 20 भी धर्मी नहीं रहेंगे, और आखिरी में अब्राहम बड़े भोज के साथ प्रभु के उपस्थिति में इस प्रकार विनती करता है कि ये परमेश्वर तू मुझसे क्रोधित ना होना। आखिरी बार एक और विनती मैं आपके Thank you, सामने रखता हूं कि 10 ഏറ്റവും भी यदि धर्मी हो तो क्या तू उस देश को नाश करेंगे क्या? ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യം നമുക്കറിയാം. ഈ അബ്രഹാമിന്റെ പക്ഷപാതം, അബ്രഹാമിന്റെ മധ്യസ്ഥത, അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് സ്വർഗത്തിലെ ദൈവം സോദോം ഗോമോറ പട്ടണത്തെ തീയാൽ നശിപ്പിക്കും മുൻപേ അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും കുടുംബത്തെയും ആ പട്ടണത്തിൽ രക്ഷിച്ച് ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. और लेकिन आखिरी में ये बात को हम देखते हैं कि परमेश्वर के दास अब्राहम प्रभु की उपस्थिति में बिचवाई के प्रार्थना करने के कारण परमेश्वर ने अपने स्वर्गदूत से आमीन उस देश को नाश करने से पहले जो था आमीन लोत और उसके परिवार को सुरक्षित सामने वाले पहाड़ पर ले चलने के लिए परमेश्वर ने अपने निर्णयों को किया। ഏറ്റവും ഒടുവിലായി പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ അതിരാവിലെ 4 മണി മുതൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന, ജാഗരിക്കുന്ന, എല്ലാ ദിവസവും ദൈവത്തെ നോക്കി കരയുന്ന പ്രിയ ദൈവമക്കളെ, ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലമുണ്ട്. और आखिरी में सबसे आखिरी में एक बात को मैं आपके बीच में कहना चाहता हूं कि परमेश्वर की उपस्थिति में आप और आमीन आप सभी लोग जो हैं सवेरे उठकर जो प्रार्थना करते हैं, एक दूसरे के लिए जो बिचवाई करते हैं, आपकी प्रार्थना सुनने वाला स्वर्ग में एक परमेश्वर उपस्थित है। നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ദൈവസ്ഥല ഇടവിൽ നിന്ന് കരയുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ വിതയ്ക്കുന്ന നിങ്ങളുടെ ടീയേഴ്സ്, കണ്ണുനീരും നിങ്ങൾ ചിലവഴിക്കുന്ന സമയവും ഇത് വൃഥാവല്ല. സ്വർഗത്തിലെ ദൈവം ഇതിന് തക്കതായ പ്രതിഫലമായി ചില ആത്മാക്കളെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതിന് സംശയമില്ല. വിശ്വസിക്കുന്നവരെ ആമേൻ പറഞ്ഞാട്ടെ. और आप ये बात में विश्वास रखना है कि आप जो सवेरे के समय एक दूसरे के लिए जो बिछवाई करते हैं, नाश होने वाले लोगों के लिए जो परमेश्वर की उपस्थिति में बिछवाई और प्रार्थना में रहते हैं, आपकी प्रार्थना व्यर्थ नहीं है। आपके लिए परमेश्वर अनेक आत्माओं को उन पर्वत के ऊपर बचाकर आपके लिए तैयार रखने वाला प्रभु है। ये बात में विश्वास करने वाले लोग प्रभु की उपस्थिति में अपने हाथों को उठाकर परमेश्वर का धन्यवाद और स्तुति करेंगे। അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി തീരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ കാര്യം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. 22-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 22 വേഴ്സ് 9 and 10, 9-10 നമ്മൾ വായിക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. और आखिरी सबसे आखिरी विषय जो आखिरी कारण जो है अब्राहम परमेश्वर का मित्र बनने का, वो उत्पत्ति के पुस्तक 22 अध्याय उसके 9 और 10 में इस प्रकार लिखा जाता है। അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി, തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നീ എന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞു. ആമേൻ. और इस प्रकार वचन में कहता है कि अब्राहम और अपने आमीन पुत्र को लेकर उस आमीन पर्वत की चोटी पर वे पहुंचते हैं, और अब्राहम आमीन उस आमीन बालक को उस वेदी में रखकर उसके ऊपर जब छुरी उठाकर उसको मारने के लिए शुरुआत करता है, तो वचन 12 में इस प्रकार लिखा गया है कि उसने कहा, उस लड़के पर हाथ मत बढ़ा और ना उससे कुछ कर, क्योंकि तूने जो मुझसे अपने पुत्र वरन अपने एकलौते पुत्र को भी नहीं रख छोड़ा, इसलिए मैं अब जान गया कि तू परमेश्वर का भय मानने वाला है।
ഈ 22-ാം അധ്യായത്തിലുള്ള സംഭവം നമുക്ക് ഏവർക്കും അറിയാമെന്നുള്ളതാണ്. അബ്രഹാമിനോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്ക് എന്ന മകനെ തന്നെ നീ മോറിയ ദേശത്ത് കൊണ്ടുപോയി ഞാൻ നിന്നെ കാണിക്കുന്ന മലയുടെ മുകളിൽ നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കുക എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. इस 22वें अध्याय के सारी बातों को हम जानते हैं कि परमेश्वर अब्राहम से इस प्रकार कहता है कि तू जिस आमीन एकलौते पुत्र से प्रेम रखते हैं उस बेटे को ही मोरिया के पर्वत के चोटी पर ले जाकर उसे मेरे लिए बलिदान चढ़ाना है। എന്തുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം എടുത്തു പറഞ്ഞത് നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഹാക്ക് എന്ന് പറയുവാൻ കാരണം, ദാസിയായിരിക്കുന്ന ഹാഗറിലൂടെ ജനിക്കപ്പെട്ട ഇസ്മായിൽ എന്നൊരു മകനുണ്ട്, അവനെ കൊണ്ടുപോയി യാഗം കഴിക്കും എന്നുള്ളത് കൊണ്ട് ദൈവം പറയുകയാണ്, ഇല്ല, നീ ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിയെ തന്നെ ഈ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് ദൈവത്തിന്റെ കൽപ്പനയുണ്ടായി. क्यों परमेश्वर इस प्रकार अब्राहम से कहता है कि तू अपने प्रेम रखने वाले एकलौते पुत्र इसहाक को मेरे लिए मोरिया पर बलिदान चढ़ाना है। कारण यह है क्योंकि अब्राहम को इससे पहले अपने दासी के रूप से आमीन उत्पन्न किया गया इस्माइल नाम का एक और पुत्र था। तो हो सकता है, संभव है कि वे इस्माइल को ले जाकर वहां पर बलिदान कर सकते थे, इसलिए परमेश्वर से स्पष्टता से इस बात को कहते हैं। അങ്ങനെ അവർ ആ മോറിയ ദേശത്തിൽ ചെന്നു. ദൈവം കാണിച്ചു കൊടുത്ത പർവ്വതത്തെ കണ്ടപ്പോൾ തന്റെ ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധിച്ച് ഞങ്ങൾ മടങ്ങി വരും. और वहां वे मोरिया के पर्वत के सामने जब पहुंचते हैं तो अब्राहम अपने दासों से इस प्रकार कहते हैं कि तुम गधे के साथ यहीं पर कुछ समय के लिए इंतजार करो, मैं और मेरा बालक जो है आमीन हम उस पर्वत की चोटी पर जाकर हम परमेश्वर के लिए आराधना करते हुए हम लौट कर आएंगे। ആ യാത്രാമധ്യേ മകനായിരിക്കുന്ന ഇസഹാക്ക് ചോദിച്ചൊരു ചോദ്യം, സ്വന്തം പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ ഹൃദയത്തെ ഉടച്ചു നുറുക്കിയ ഒരു ചോദ്യം ചോദിച്ചപ്പാ, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗം കഴിക്കുവാൻ യാഗമൃഗം എവിടെ? और वहां उस पर्वत पर चढ़ने के समय में अब्राहम का पुत्र जो इसहाक था उसने पिता से एक सवाल पूछा जो शायद वो पिता के हृदय को पूरे तोड़ मोड़ कर रख दिए होंगे कि इस प्रकार पुत्र पिता से सवाल करता है कि ये पिता आमीन वेदी में चढ़ाने के लिए आमीन लकड़ी है, छुरी है, आग है, सब कुछ है, लेकिन वेदी में चढ़ाने वाले बलिदान की वस्तु कहाँ है? അപ്പോൾ വിശ്വാസത്തോടെ അബ്രഹാം ഉറക്കെ പ്രഖ്യാപിച്ചു, യഹോവ ഈരേ. वहां विश्वास से अब्राहम बड़ी ऊंची शब्द से बात का घोषणा करता है कि यहोवा यिरे, वो प्रबंध करने वाला परमेश्वर है। അതുപോലെ സ്വർഗത്തിലെ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി പർവ്വതത്തിന്റെ മുകളിൽ മലയുടെ മുകളിൽ ചെന്ന് യാഗപീഠം പണിതു, അതിൽ വിറകടുക്കി എന്നിട്ട് സ്വന്തം മകനായിരിക്കുന്ന ഇസഹാക്കിനെ കൈകാലികളെ കെട്ടി യാഗപീഠത്തിൽ കിടത്തുവാനിടയായി. और इसीलिए परमेश्वर पर इस प्रकार विश्वास किया, इसलिए परमेश्वर ने अब्राहम के जीवन से कार्य किया। वे उस पर्वत की चोटी पर पहुंचकर आमीन उस वेदी में अपने बेटे को ही उस वेदी में बांध कर रखकर उसी के ऊपर बलिदान करने के लिए अब्राहम वहां शुरू करता है। ആ യാഗപീഠത്തിൽ കിടന്നുകൊണ്ടിരിക്കുന്ന മകന്റെ മുഖത്ത് നോക്കി ഇനി ഒരു മിനിറ്റ് കൂടെ, ഒരു സെക്കൻഡ് കൂടെ നിൽക്കാതെ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിയിട്ട്, ദൈവമേ, ഞാൻ നിന്റെ വാക്കുകളെ അനുസരിച്ച് നിന്റെ കൽപ്പന പോലെ അങ്ങനോട് ആവശ്യപ്പെട്ടതുപോലെ ഇതാ എന്റെ മകനെ യാഗമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ കത്തിയെടുത്ത് മകന്റെ കഴുത്ത് അറുക്കുവാൻ, വെട്ടുവാൻ വേണ്ടി തുടങ്ങുകയാണ്. और वहां उस बेटे को उस वेदी पे चढ़ाकर थोड़ा भी समय न गवाते हुए अब्राहम परमेश्वर की ओर अपनी आंखों को उठाकर इस प्रकार कहता है, हे परमेश्वर, आपने जैसे मुझसे आज्ञा दिया है वैसे मैं अपने जीवन से आमीन मैं अपने बच्चे को जिससे मैं प्रेम रखता हूं मैं तुझे देने के लिए तैयार हूं। और तुरंत अपने छुरी उठाकर बच्चे को आमीन मारने के लिए वे आरंभ करता है।
അവന്റെ കയ്യിൽ കത്തിയെടുത്ത് മകന്റെ കഴുത്തിനെ അറക്കുവാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ദൈവത്തിന്റെ ദൂതനിൽ നിന്നുണ്ടായി. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവന് നീ ഒരു ദോഷവും ചെയ്യരുത്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് തീരുമാനം പ്രഖ്യാപനം ഉണ്ടാകുവാനിടയായി. ആമേൻ. और आमीन, परमेश्वर का वचन में इस प्रकार कहा जाता है कि आमीन, अब्राहम जो था, आमीन, परमेश्वर की उपस्थिति में, आमीन, जैसे ही आमीन उस वेदी में अपने बेटे को बलिदान करने के लिए शुरू करता है, तो तुरंत परमेश्वर का स्वर्गदूत हे अब्राहम कहकर उसे रोकता है और इस प्रकार कहता है कि अब मैं जान गया हूं कि तू मुझसे प्रेम रखता है और मेरी आज्ञाओं को मानने के लिए तू तैयार है। ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മുള്ളിനിടയിൽ ചുറ്റിമിനഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കണ്ടു. അവൻ ഓടിച്ചെന്നതിനെ എടുത്ത് കൊണ്ടുവന്ന് ദൈവത്തിന്റെ മുൻപിൽ യാഗം കഴിച്ചു. തന്റെ ദാസന്മാരോട് കൽപ്പിച്ചതുപോലെ അബ്രഹാമും തന്റെ മകനായിരിക്കുന്ന ഈസഹാക്കും അവർ മടങ്ങി അവർ വരുവാൻ തക്കോണമിടയായി. ആമേൻ. और ये बात को सुनते हुए अब्राहम जब अपनी आंखों को उठाकर पीछे को देखता है तो झाड़ियों में फंसी हुई एक आमीन एक मेमने को वो देखता है और उस मेढ़े को वो आमीन परमेश्वर की उपस्थिति में होम बलि चढ़ाकर वे जैसे अपने दासों से कहे थे कि हम आराधना करके लौट कर आएंगे, वैसे वे अपने जीवन में कर पाया। ഈ 7 വിധ കാര്യങ്ങളെ കുറിച്ച് ഇനി ഒത്തിരി കാര്യങ്ങൾ പറയുവാണ്, ഞാൻ ആ ഭാഗത്ത് വിടുന്നു. ആമേൻ, സ്തോത്രം. ഈ 7 കാര്യങ്ങൾ ഞാൻ ഇത് പകൽക്കാലം നിങ്ങളുടെ മുൻപാകെ ആമേൻ പറയുവാനിടയായി. അവൻ പുറപ്പെട്ടു, 2 യാഗപീഠ പണിത ദൈവത്തെ ആരാധിച്ചു. മൂന്നാമതായി അവൻ ആകാത്ത കൂട്ടുകാരിൽ നിന്ന് സെപ്പറേറ്റ് ആകുവാൻ ഗുണമിടയായി. ആമേൻ, സ്തോത്രം. ഈ അവന്റെ സകലത്തിൽ ദശാംശം കൊടുത്തു. ഇങ്ങനെ തുടങ്ങി 7 കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇന്ന് പകൽക്കാലം പറഞ്ഞുവല്ലോ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ ഈ 7 കാര്യങ്ങൾ അവൻ ചെയ്തതുകൊണ്ട് അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായി തീരുവാനിടയായി. तो अब्राहम के जीवन से हमने आज लगभग 7 बातों को सीखा है जो उसको मित्र बनने के लिए एक कारण बना था। आमीन। पहली बातों को हमने देखा कि वो प्रभु की आज्ञा या वचन को सुनकर सब कुछ छोड़कर परमेश्वर जिस देश को दिखाना चाहता था वहां के लिए वो यात्रा शुरुआत किए। दूसरी बातों को हम देखते हैं कि अब्राहम जो था परमेश्वर के लिए जहां गया वहां पर एक वेदी बनाई और उसने आराधना चढ़ाए और इत्यादि बातों को हम देखते हैं। और इन कारणों से हम वचन हमें बताता है कि अब्राहम परमेश्वर का मित्र बनने का एक आमीन अनुभव उसे मिला। ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്നതിന് മുൻപ് ഒരു വാക്ക് മാത്രം പരിശുദ്ധാത്മ നൽകുന്നതുകൊണ്ട് ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ മറ്റ് പുറത്തുള്ള ആത്മാക്കളെ നേടിയില്ല എങ്കിലും അവരെ സുവിശേഷം പറഞ്ഞ് നമ്മുടെ ക്രിസ്തുവിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തലമുറകളെ, സന്താനങ്ങളെ ആമേൻ ക്രിസ്തുവിന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ ദൈവമക്കൾ ആമേൻ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം. और आमीन, इस वचन को समाप्त करने से पहले एक और बात प्रभु की आत्मा ने मुझसे बोलने के लिए कह रहा है, इसलिए मैं आपसे बोलना चाहता हूं कि आमीन, ज्यादा से ज्यादा हम बाहर के लोगों को सुसमाचार सुनाकर प्रभु की उपस्थिति में ना ला पाए तो भी आमीन, कम से कम हमारे परिवार में हमारे जो संतान है उन्हें प्रभु की उपस्थिति में लाकर समर्पण करने के लिए कम से कम हमसे आमीन ये बात की तैयारी हमें करनी है। വിശ്വാസികളുടെ മക്കൾ, പാസ്റ്റർമാരുടെ മക്കൾ, ആത്മീയരുടെ തലമുറകൾ ദൈവമില്ലാത്തൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആമേൻ ട്യൂഷനും മറ്റുള്ള കാര്യങ്ങൾക്കും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെയുള്ള കാര്യങ്ങളിലേക്ക് വിടാതെ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് പ്രധാന സ്ഥാനം കൊടുക്കുവാൻ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ തലമുറകളെ ക്രിസ്തുവിലേക്ക് നിങ്ങൾ വഴികളെ തിരിച്ചുവിടുക, അല്ലെങ്കിൽ വലിയൊരു നാശത്തിലേക്ക് പോയി ഭവിക്കും എന്ന കാര്യം ഈ പകൽക്കാലം പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുന്നു. അതുകൂടെ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു.
और परमेश्वर के विश्वासियों और प्रभु के आमीन दासों दासियों के जीवन में अपने बच्चों को प्रभु ने जो हमें दिया है, वे उनको परमेश्वर की उपस्थिति में लाने के लिए, प्रभु की आराधना में उनको शामिल कराने के लिए हम तैयार हुए। आमीन। इत्यादि बातों को छोड़कर ट्यूशन और इत्यादि चीजों को आमीन प्राथमिकता ना देकर परमेश्वर की उपस्थिति में उनको लाने के लिए, आराधना में शामिल कराने के लिए आमीन प्रभु के लोगों इन दिनों में हम तैयार हो जाएं, ये प्रभु की आत्मा हमसे इन दिनों में याद दिला रहा है। കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുന്നവൻ എന്റെ സ്നേഹിതരായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ ഒരു തീരുമാനമെടുക്കാം. കർത്താവിന്റെ സ്നേഹിതരായി തീരുവാൻ, കർത്താവ് നമ്മോട് കൽപ്പിക്കുന്ന സകലവും അനുസരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. परमेश्वर का वचन जैसे कहता है, यीशु मसीह जिस प्रकार नए नियम में बताता है कि मेरे इन सारी आज्ञाओं को मानने वाला ये मेरा मित्र ठहरता है, उसी समान परमेश्वर की बोले हुए बातों को हम अपने जीवन में मानकर परमेश्वर का मित्र बनकर आगे बढ़ने में परमेश्वर की आत्मा हमारी सहायता करने पाए। आमीन। प्रभु हमारे जीवन में उसी के लिए हमें बढ़ाने पाए। ഒരു നിമിഷം നമ്മളെല്ലാവരുടെ കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. आइए एक क्षण हम अब से अपने आंखों को बंद करेंगे, हम प्रभु की उपस्थिति में प्रार्थना करेंगे। നാം ഏത് സാഹചര്യത്തിൽ എവിടെയായിരുന്നാലും ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവിനോട് ഒരു വാക്ക് നമുക്ക് സംസാരിക്കാമല്ലോ. हम जो भी परिस्थिति में हैं, जहां भी हैं, हम जहां पर रहते हैं, प्रभु की उपस्थिति में हम प्रार्थना करेंगे। കർത്താവെ, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്നതുപോലെ എനിക്കും ദൈവത്തിന്റെ സ്നേഹിതനായി തീരുവാൻ, ദൈവത്തിന്റെ സ്നേഹിതയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിനായി സഹായിക്കണമേ എന്ന് ദൈവത്തോട് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാമല്ലോ. हम प्रार्थना करेंगे परमेश्वर, जैसे अब्राहम आपके मित्र बनने के लिए आपने मदद किया, आमीन, उसी प्रकार परमेश्वर मुझे भी आपका मित्र बनकर रहने के लिए आप मुझे सहायता कर। ऐसे हम एक पल अपनी आंखों को बंद कर प्रभु की उपस्थिति में प्रार्थना करेंगे। കർത്താവ്, എന്റെ ഇഷ്ടമല്ല, കർത്താവിന്റെ ഇഷ്ടം മാത്രമേ എന്റെ ജീവിതത്തിൽ നിവർത്തിയാകുവാനായി ഇന്ന് രാവിലെ ഞാൻ എന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാടെ. हम परमेश्वर से प्रार्थना करेंगे, परमेश्वर, लेकिन मेरी इच्छा नहीं, आपकी इच्छा मेरे जीवन में पूरा करने के लिए मैं अपने आप को परिपूर्ण रीति से आपके हाथों में समर्पण करता हूं। ऐसे हम प्रार्थना करेंगे। യേശു കർത്താവ് ക്രൂശ് വഹിച്ചുകൊണ്ട് കാൽവറിയുടെ മലമുകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ, യെരൂശലേം പുത്രിമാർ നിലവിളിച്ച് കരഞ്ഞപ്പോൾ യേശു കർത്താവ് തിരിഞ്ഞു നിന്ന് പറഞ്ഞൊരു വാക്കിതാണ്, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തലമുറകളെയും നോക്കി കരയുവീൻ എന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു. यीशु परमेश्वर जो था उस कलवरी के क्रूस की ओर, आमीन, उस स्थान की ओर अपने क्रूस उठाकर जब यात्रा कर रहे थे, तो एक आमीन झुंड में आमीन कई यरूशलेम की स्त्रियां, आमीन, जहां पर प्रभु की उस अवस्था को देखकर जब आंसू बहाकर रो रहे थे, परमेश्वर मुड़कर उनको देखकर इस प्रकार कहता है, ये यरूशलेम की स्त्रियां मेरे लिए नहीं परंतु अपने लिए और अपने आमीन संतानों के लिए रो। ऐसे प्रभु का वचन हमें याद दिलाता है। നമുക്ക് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തലമുറകൾക്ക് വേണ്ടിയും പ്രത്യേകമായി ദൈവത്തിൽ കരയുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. हमें हमें नाश होने वाले आत्माओं की प्रति और हमारे परिवार और विशेषकर हमारे बच्चों के प्रति, संतानों के प्रति इन दिनों में मध्यस्थता करने के लिए, प्रार्थना करने के लिए परमेश्वर की आत्मा हमें सहायता करे। ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. एक शब्द मैं आपसे आपके लिए प्रार्थना करने की इच्छा करता हूं। വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, हमारे लिए वायदाओं में അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്രഭാതത്തിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ വരികയാണ്. ये आशीषित समय के लिए हम आपकी उपस्थिति में हम सुबह के समय आते हैं प्रभु। ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിൽ, ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത സകല കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. आज इस सुबह के समय में आमीन इस प्लेटफॉर्म में जुड़े हुए हर एक परिवारों के लिए हम मिलकर प्रार्थना करते हैं प्रभु। ആരുടെയും ജീവിതത്തിൽ വേദനയേറിയ അവസ്ഥയിൽ പോകുവാൻ അനുവദിക്കരുതേ കർത്താവേ.
किसी के भी जीवन में वेदना भरी अवस्थाओं में से होकर जाने का आमीन तू अनुमति ना देना प्रभु। സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും ദൈവം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. और स्वर्ग का परमेश्वर के वायदाओं में विश्वास करने के लिए और उसमें दृढ़ रहने के लिए आप हमारे जीवन में हमें अनुग्रह देना प्रभु। പ്രത്യേകിച്ച് ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന തലമുറകൾ ഈ ലോകമോഹ ഇൻപങ്ങളിലേക്ക് വഴുതി വീഴാതെ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് സ്വർഗരാജ്യത്തിൽ എത്തുവോളം അവർ പിൻഗമിക്കുന്നവരായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. विशेष करके परमेश्वर आपने हमें दिए हुए जो संतान है वो उनके जीवन में आमीन इस दुनिया के मोह माया में पड़कर वो उनका जीवन वो खत्म ना करे या उनके जीवन इस दुनिया की बातों में फिसल ना जाए, इसलिए हम आपसे प्रार्थना करते हैं प्रभु। ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴായിരിക്കുന്നതിൽ രോഗികളായി പ്രയാസപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അവർ പരിപൂർണമായി സൗഖ്യം പ്രാപിക്കട്ടെ. इस मंच में इस वक्त में जो लोग बीमारी के अवस्था में पड़े हुए हैं उनसे उनके लिए हम प्रार्थना करते हैं कि इसी क्षण परमेश्वर की सामर्थ उनके जीवन में कार्य करने पाए। ഈ പ്ലാറ്റ്ഫോമിലുള്ള സകല കുടുംബങ്ങളെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ദൈവം അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. इस प्लेटफॉर्म के हर एक परिवार को यीशु मसीह के नाम से अनुग्रह देकर आशीष देकर हम प्रार्थना करता है। सबको तू आशीषित कर, यीशु मसीह के नाम से हम प्रार्थना करते हैं, आमीन।